ഒരു റിസർച്ചിൻ്റെ ബേസിസിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 90% ആളുകൾക്കും പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യാമെന്നാണ്. ഇത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ 90% ആളുകൾക്കും പൈസ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ്സാക്കുകയാണ് ചെയ്യുന്നത്. പഴയ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇതുപോലെ ലോസ് ക്രിയേറ്റ് ചെയ്താൽ വേറെ ആരോടെങ്കിലും ചോദിക്കുക അവർക്ക് എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിഷമം എല്ലാം തന്നെ മാറിക്കോളുമെന്ന്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷവും ഈ പറച്ചിലെല്ലാം തന്നെ വാലിഡ് ആയിട്ടാണ് കാണുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ റെലവൻസ് ഉള്ളതായിട്ടാണ് ആളുകൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അറിയേണ്ട കാര്യം എന്താണെന്നാൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് പൈസ നഷ്ടപ്പെടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ? സ്റ്റോക്ക് മാർക്കറ്റ് ശരിക്കും ഗാംബ്ലിംഗ് ആണോ? ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ എന്തെല്ലാം കാരണം കൊണ്ടാണ് ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുന്നത്? നമ്പർ 1, ഇൻവെസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ഫ്രീ ടിപ്സ്. ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത് പുതിയ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഒരു കമ്പനി എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല, ഒരു കമ്പനിയെ അനലൈസ് ചെയ്യാനായിട്ട് അറിയുന്നുണ്ടാവില്ല. എന്നാൽ അതേസമയം പെട്ടെന്ന് പൈസ ഉണ്ടാക്കുകയും വേണം. 1-2 മാസം കൊണ്ട് ക്യാപിറ്റൽ ഡബിൾ ചെയ്യുകയും വേണം. എന്നാൽ അതിന് വേണ്ടിയുള്ള ലേണിംഗ് പ്രോസസ്സിന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ റെഡി ആയിരിക്കില്ല. അന്നേരം അവരെന്താ ചെയ്യുക? ഇതുപോലെ ഫ്രീ ടിപ്സ് ലഭിക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഈ ഫ്രീ ടിപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ പറയാണ് HDFC ബാങ്ക് നാളെ 1500 നിന്നും 1550 മൂവ് ചെയ്യും. അതായത് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് 1500 ടാർഗറ്റ് 1550. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നിങ്ങൾക്ക് 1490 കീപ്പ് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കയറുന്ന ഒരു പുതിയ ഇൻവെസ്റ്റർ ഈ ഒരു സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യായിരിക്കും ചെയ്യുക. കാരണം എന്താണെന്നാൽ അയാൾക്ക് സ്റ്റോക്സ് എന്താണെന്ന് അറിയില്ല, ആ ഒരു പാർട്ടിക്കുലർ സ്റ്റോക്ക് എത്രത്തോളം വോളറ്റൈലാണെന്നും അറിയില്ല. അയാൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യും, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തുകൊണ്ട് ലോസിലേക്ക് എത്തുകയും ചെയ്യും. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ പെയ്ഡായിട്ട് ഇതുപോലത്തെ ടിപ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് കമ്പനീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു പാർട്ടിക്കുലർ എമൗണ്ട് മന്ത്ലി ബേസിസിലോ ഇയർലി ബേസിസിലോ ആ ഒരു കമ്പനിക്ക് നൽകുക, അതിനുശേഷം അവർ ഇതുപോലുള്ള ടിപ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പുതിയ ഇൻവെസ്റ്റർ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെയും അതുപോലെ തന്നെ വളരെ വലിയ കോൺസിക്വൻസ് ഉള്ള ഒരു പ്രോസസ്സായിരിക്കും ഇതുപോലുള്ള ടിപ്സ് വാങ്ങിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇതുപോലെ ടിപ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് കമ്പനീസ് അവൈലബിൾ ആണ്, ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്, ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ ഷോർട്ട് ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രവചിക്കാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല. ഇതുപോലുള്ള പ്രവചനങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഗസ് വർക്ക് ആയിരിക്കും. അതിനെല്ലാം തന്നെ എത്രത്തോളം ആക്യുറസി ഉണ്ടായിരിക്കുമെന്ന് സ്വയം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാവുന്ന കാര്യങ്ങളാണ്. ടിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. തീർച്ചയായും അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ടിപ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നതും. കാരണം അത്രയും ആക്യുറേറ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രവചിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതുപോലുള്ളൊരു ബിസിനസ് നടത്തേണ്ട ആവശ്യമേ വരുന്നില്ല. ഇതുപോലുള്ള കമ്പനീസ് മാത്രമല്ല പലരുടെയും സ്റ്റോക്ക് ബ്രോക്കേഴ്സും ഇതുപോലുള്ള അഡ്വൈസസും ടിപ്സും എല്ലാം നൽകുന്നുണ്ട്. ഇവിടെ കൂടുതൽ ആളുകളും ചിന്തിക്കുക ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ആ ഒരു പാർട്ടിക്കുലർ സ്റ്റോക്കിനെ കുറിച്ചും നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വിന്നിങ് ചാൻസസ് കൂടുതലായിരിക്കും എന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ടിക്കുലർ അഡ്വൈസ് ആക്സെപ്റ്റ് ചെയ്യാനും ഒരുപാട് ആളുകൾ തയ്യാറാണ്. എന്നാൽ ഇവിടെ അറിയേണ്ട കാര്യം എന്താണെന്നാൽ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനി ഏൺ ചെയ്യുന്നത് തന്നെ അയാളുടെ കീഴിലുള്ള ക്ലയൻസ് ആക്റ്റീവ്ലി ട്രേഡ് ചെയ്യുന്ന സമയത്താണ്. അവരുടെ കീഴിലുള്ള ക്ലയൻസ് അവരുടെ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം ട്രേഡ് ചെയ്യുന്നോ അത്രത്തോളം ബ്രോക്കറേജ് ആയിരിക്കും അവർ ഏൺ ചെയ്യുക. ഈ ക്ലയൻസ് എല്ലാം തന്നെ പ്രോഫിറ്റ് ആണോ മേക്ക് ചെയ്യുന്നത് അതോ ലോസ് ആണോ മേക്ക് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈ രണ്ട് കേസിലും അവർക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഇൻറ്റൻഷനായിട്ട് ഒന്നേ ഉള്ളൂ, ക്ലയൻസിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക. അതിനുവേണ്ടിയാണ് അവർ ഒരുപാട് ടിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം കൺസിസ്റ്റൻറ്റ് റിട്ടേൺസ് മേക്ക് ചെയ്യണമെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഡു ഇറ്റ് യുവർ സെൽഫ്. സ്വന്തമായിട്ട് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്ച്വലി സക്സീഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ് എല്ലാം തന്നെ നമുക്കൊരു ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതേസമയം ഒരു ടിപ്പ് വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ട് ഫെയിൽ ആവുന്നതെങ്കിൽ അവിടെ യാതൊരുവിധ ലേണിങ്ങും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ടിപ്സ് എല്ലാം തന്നെ നമ്മുടെ ലേണിംഗ് സ്കിൽസിനെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. റിയൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഏരിയാസിൽ യൂസ് ചെയ്യേണ്ടതായിട്ടും വരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നല്ലൊരു റിസർച്ച് നടത്തുക. ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ വ്യക്തിയുടെ റെക്കമെൻഡേഷനിലൂടെ മാത്രമായിരിക്കരുത് നമ്മൾ ഇൻവെസ്റ്റിംഗ് നടത്തേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ടൈം അലോക്കേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക, ഒരു പ്രോസസ്സ് പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് പേഷ്യൻസ് കീപ്പ് ചെയ്യുക. നമ്പർ 2, ട്രൈങ് ടു മേക്ക് ക്വിക്ക് മണി. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരിക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വാരൻ ബഫറ്റിനെ പോലെ റിച്ച് ആവാനായിട്ട് ആഗ്രഹം ഉണ്ടാകും. വാരൻ ബഫറ്റ് സ്റ്റാർട്ട് ചെയ്തത് 11ാമത്തെ വയസ്സിലാണ്.
എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്തിൻ്റെ 90% കൂടുതലും അദ്ദേഹം മേക്ക് ചെയ്തിട്ടുള്ളത് 50 വയസ്സിന് ശേഷമാണ്, ചെറുപ്പകാലത്തല്ല. അതേസമയം ഒരു പുതിയ ഇൻവെസ്റ്റർ ശ്രമിക്കുക പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ടായിരിക്കും. പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഒരു വ്യക്തി ഏറ്റവും ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നാൽ അയാൾക്കൊരു ട്രേഡർ ആവാനായിട്ടായിരിക്കും കൂടുതൽ ആഗ്രഹം, ഒരു ഇൻവെസ്റ്റർ ആവാനായിട്ടായിരിക്കില്ല. ഷോർട്ട് ടൈം ഇൻവെസ്റ്റിങ്ങിനെയാണ് ട്രേഡിംഗ് എന്ന് പറയാം. എന്ന് വെച്ചാൽ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവുക കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റീസിൽ സ്റ്റോക്സ് വാങ്ങിക്കൊണ്ട് ചെറിയ മൂവ്മെൻറ്റ്സിൽ അവയെ വിൽക്കുക. എന്ന് വെച്ചാൽ അയാൾക്ക് എഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ കൂടുതൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും ലിവറേജ് എടുത്തുകൊണ്ട് അദ്ദേഹം വാങ്ങിക്കുന്നുണ്ടാവുക. ഇതുപോലെ 5 ഇരട്ടിയെല്ലാം ലിവറേജ് എടുക്കുന്ന സമയത്ത് 1 ലക്ഷം യൂസ് ചെയ്തുകൊണ്ട് തന്നെ 5 ലക്ഷത്തിൻ്റെ സ്റ്റോക്സ് അദ്ദേഹത്തിന് വാങ്ങാനായിട്ട് സാധിക്കും. ഇതുപോലെ വാങ്ങുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരിക? സ്റ്റോക്സ് താഴോട്ട് പോകുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. അതായത് ആ സ്റ്റോക്ക് വളരെ കുറവ് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹത്തിനുണ്ടാകുന്ന നഷ്ടമെന്ന് പറയുന്നത് 5 ലക്ഷത്തിൻ്റെ സ്റ്റോക്സിനുണ്ടാകുന്ന നഷ്ടമായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന് എഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുക 1 ലക്ഷവും. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിലൊരു അർജൻസിയാണ് ക്രിയേറ്റ് ആവുന്നത് സ്റ്റോക്സ് മുകളിലോട്ട് തന്നെ പോകാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു അപ്പ് മൂവ്മെൻറ്റ് നടന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ മൊത്തത്തിലും വൈപ്പ് ഔട്ട് ആവും. എന്ന് വെച്ചാൽ ടൈം അദ്ദേഹത്തിനും കംപ്ലീറ്റ് ആയിട്ടും അൺഫേവറബിൾ ആണ്. ഈ ഒരു കണ്ടീഷൻ വളരെയധികം മോശമാവുന്ന സമയത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൻ്റെ 10% വൈപ്പ് ഔട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കണ്ടീഷൻ ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഒഴിവാക്കാനായിട്ട് സാധിക്കുക? ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കുക ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ എഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുക, അതായത് നമുക്ക് എത്രയാണോ ലൂസ് ചെയ്യാനായിട്ട് സാധിക്കുക, ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ സ്റ്റോക്ക് താഴോട്ട് വന്നെന്നിരിക്കട്ടെ, നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആ സ്റ്റോക്ക് 1.5 വർഷത്തിന് ശേഷം മുകളിലോട്ട് പോയാലും മതി. എന്ന് വെച്ചാൽ ഇവിടെ ഒരു അർജൻസി ക്രിയേറ്റ് ആവുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ പേടിച്ചുകൊണ്ട് എക്സിറ്റ് ചെയ്യേണ്ട കണ്ടീഷനും വരുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലൂസേഴ്സ് ഉള്ളത് ഇൻട്രാഡേയിലാണ്. അതായത് ഒരു ദിവസം തന്നെ വാങ്ങിക്കൊണ്ട് അതേ ദിവസം തന്നെ വിൽക്കുന്നവർ, ഇവരാണ് ലിവറേജ് യൂസ് ചെയ്യുക. ഇൻട്രാഡേ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സക്സസ് റേറ്റ് കൂടുതലായിരിക്കും സ്വിംഗ് ട്രേഡിങ്ങിൽ, അതായത് ഷോർട്ട് ടൈമിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾ. സ്വിംഗ് ട്രേഡിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സക്സസ് റേറ്റ് കൂടുതലായിരിക്കും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ. ഇവരാണ് റിയൽ ഇൻവെസ്റ്റേഴ്സ്. ഇവരാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ പേഷ്യൻസോട് കൂടി നോക്കി കാണുന്നവരും. ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഈ വ്യക്തികൾ തന്നെ. സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സീഡ് ചെയ്യാനായിട്ട് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കീ എന്ന് പറയുന്നത് അത് പേഷ്യൻസ് തന്നെയായിരിക്കും. വാരൻ ബഫറ്റിൻ്റെ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 22%. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കീപ്പ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ തീർച്ചയായിട്ടും പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും, എന്നാൽ പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഈ ഒരു മിസ്റ്റേക്കിലൂടെ മാത്രമായിരിക്കും നമുക്ക് പൈസ ലൂസ് ചെയ്യുക. നമ്പർ 3, ഗാംബ്ലിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് ഗാംബ്ലിംഗ് ആണോ എന്ന്. ദി ആൻസർ ഈസ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഗാംബിൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. നമ്മുടെ രാജ്യത്ത് കസിനോസ് എല്ലാം തന്നെ ബാൻഡാണ്. അതേസമയം ഒരു മൊബൈൽ ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു വ്യക്തിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഗാംബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇൻട്രാഡേ ട്രേഡിംഗ് തന്നെ എടുക്കാം. ഇൻട്രാഡേ ട്രേഡിംഗ് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ട്രേഡിംഗ് ആണ്. ഇതുപോലെ തന്നെയായിരിക്കും കസിനോസും വർക്ക് ചെയ്യുക, അതായത് വളരെ ഷോർട്ട് ടൈമിൽ. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ലിവറേജ് എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുകയാണ്. ആ സ്റ്റോക്ക് മുകളിലോട്ട് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകും, താഴോട്ട് വരികയാണെങ്കിൽ ലോസ് ആയിരിക്കും മേക്ക് ചെയ്യുക. അതല്ല ഇനി അയാൾ ചെയ്യുന്നത് ഷോർട്ട് സെല്ലിംഗ് ആണെങ്കിൽ താഴോട്ട് വരികയാണെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകും, മുകളിലോട്ട് പോകുകയാണെങ്കിൽ ലോസ് ആയിരിക്കും മേക്ക് ചെയ്യുക. ഏതെങ്കിലും ചില ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ബേസിസിൽ ഇതുപോലെ ഒരു ഡിസിഷൻ എടുക്കുന്ന ആളെ ഗാംബിൾ ചെയ്യുകയാണെന്നല്ലാതെ മറ്റെന്താ പറയാനായിട്ട് സാധിക്കുക? ഇവിടെ പലർക്കും ആർഗ്യൂ ചെയ്യാനായിട്ട് സാധിക്കും, അതായത് പല ബിസിനസ്സസും അങ്ങനെയാണെങ്കിൽ ഗാംബ്ലിംഗ് തന്നെയല്ലേ എന്ന്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് സക്സീഡ് ചെയ്യുമോ അതോ ഫെയിൽ ആവുമോ എന്ന് പറയാനായിട്ട് സാധിക്കുമോ? എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സും ഫെയിലറും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ബിസിനസ്സിന് എത്ര വാല്യൂ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന ഫാക്ടറിലാണ്. ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ബിസിനസ് മൂലം ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് സക്സീഡ് ചെയ്യുക തന്നെ ചെയ്യും. ആ ബിസിനസ്സിൻ്റെ കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ അതേസമയം ട്രേഡിങ്, ഇൻവെസ്റ്റിങ് ഇതുപോലുള്ള പ്രോസസ്സിലൊന്നും തന്നെ ഇതുപോലുള്ള യാതൊരുവിധ പർപ്പസും ഇല്ല. ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ട്രേഡിങ്ങിനെയും ബിസിനസ്സിനെയും കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ 50-50 ചാൻസ് എടുക്കുന്നത് ഗാംബ്ലിംഗ് തന്നെയാണ്. ഇത് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും എല്ലാം പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഗുഡ് ഫോർ യു. എന്നാൽ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല ഇത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പർപ്പസിനെ തന്നെയാണ് നശിപ്പിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ്സ് എന്തിനു വേണ്ടിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? പ്രൈമറിലി അത് ബിസിനസ് നടത്താനായിട്ടുള്ള ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. പ്രൈമറി മാർക്കറ്റിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിന് ശേഷം ഈ ക്യാപിറ്റൽ എല്ലാം തന്നെ കമ്പനിയിലോട്ടാണ് പോകുന്നത്. അതിനുശേഷമാണ് ഈ സ്റ്റോക്സ് എല്ലാം തന്നെ ആളുകൾ തമ്മിൽ കൈമാറിക്കൊണ്ട് പ്രൈസസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. എത്രയെല്ലാം ആളുകളാണോ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സീഡ് ചെയ്തിട്ടുള്ളത് അവർക്കെല്ലാം തന്നെ ഒരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും.
ഗാംബിൾ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ആരും തന്നെ സക്സീഡ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ടായേക്കാം. എന്നാൽ നമ്മുടെ കാര്യം എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ആവാതെ നോക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സീഡ് ചെയ്ത വ്യക്തികൾക്കെല്ലാം തന്നെ അറിയാം അവരെന്താണ് മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ പോർട്ട്ഫോളിയോ എല്ലായ്പ്പോഴും ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം, എന്നാൽ വാരൻ ബഫറ്റിൻ്റെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് അല്ല എന്ന് വെച്ചാൽ വളരെ സ്പെസിഫിക് ആയിട്ട് ലോങ് ടൈമിലേക്ക് റിട്ടേൺസ് നൽകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ള സ്റ്റോക്സുകളിൽ മാത്രമാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് തന്നെ ഡെക്കേഡുകൾ അദ്ദേഹം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വ്യക്തികളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുവെ സക്സീഡ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഡെയിലി ബേസിസിൽ ഗാംബിൾ ചെയ്യുന്നവരല്ല. നമ്പർ 4, ഹോൾഡിംഗ് ഓൺ ടു ലോസസ് വൈൽ ബുക്കിംഗ് പ്രോഫിറ്റ്സ് ഏർലി. ഒരുപാട് ആളുകൾ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണത്. അതായത് പ്രോഫിറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ആ പ്രോഫിറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്യുക, എന്നിട്ട് ലോസ് ഉണ്ടാകുന്ന സമയത്ത് ആ ലോസ് എല്ലാം തന്നെ റിക്കവർ ചെയ്ത് പ്രോഫിറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് നമ്മുടെ പ്രോഫിറ്റ്സ് വളരെയധികം ചെറുതായിരിക്കും, എന്നാൽ ലോസസ് വളരെയധികം വലുതായിരിക്കും. എന്നിട്ട് ഈ ലോസസ് കുറച്ചുകൂടി വലുതാവുന്ന സമയത്ത് ലോസിന് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് ആ ഒരു പ്രോഫിറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. ഏത് റൂൾസാണത്? റിസ്ക് റിവാർഡിൻ്റെ റൂൾസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റിസ്ക് റിവാർഡാണ് 1:2 എന്ന് വെച്ചാൽ നമ്മുടെ റിസ്ക് 1ഉം റിവാർഡ് 2ഉം. ഈ ഒരു അർജൻസി മെയിനായിട്ടും ക്രിയേറ്റ് ആവുന്നത് ഷോർട്ട് ടൈം ട്രേഡേഴ്സിനാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സ്റ്റോക്ക് 100ൽ നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ആയിരിക്കണം 110, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം 95. ഈ ഒരു കണ്ടീഷനിൽ മാത്രമായിരിക്കും നമ്മുടെ റിസ്ക് റിവാർഡ് 1:2 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വിൻ ചെയ്യുന്നത് നമ്മൾ ലൂസ് ചെയ്യുന്നതിൻ്റെ ഇരട്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിൽ അത് 10 പോയിൻ്റ് ആയിരിക്കും, ലൂസ് ചെയ്യുകയാണെങ്കിൽ 5 പോയിൻ്റ് ആയിരിക്കും. ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മാസം മുഴുവൻ ട്രേഡ് ചെയ്യുകയാണ്. നമ്മൾ 10 സ്റ്റോക്കിൽ ട്രേഡ് ചെയ്തു. നമ്മുടെ വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50%. അതായത് 5 എണ്ണം സക്സീഡ് ചെയ്യാനും സാധിച്ചു, 5 എണ്ണത്തിൽ നമ്മൾ ഫെയിലായി. ഈ ഒരു കണ്ടീഷനിലും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. കാരണം എന്താ? നമ്മൾ സക്സീഡ് ചെയ്ത സമയത്ത് നമ്മൾ ഏൺ ചെയ്തത് 10 പോയിൻ്റാണ്, എന്നാൽ ലൂസ് ചെയ്ത സമയത്ത് നമ്മൾ ലൂസ് ചെയ്തത് 5 പോയിൻറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടലി ഏൺ ചെയ്തത് 50 പോയിൻറ്റും ലൂസ് ചെയ്തത് 25 പോയിൻറ്റും. അതായത് ഒരു മാസം കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു 25 പോയിൻറ്റ്. ഇനി അതെല്ലാം നമ്മുടെ 10 സ്റ്റോക്കിൽ 6 എണ്ണം ഫെയിലായി, 4 എണ്ണമാണ് സക്സീഡ് ചെയ്യാനായിട്ട് സാധിച്ചെങ്കിലോ? എങ്കിലും നമ്മൾ പ്രോഫിറ്റിൽ തന്നെയായിരിക്കും. കാരണം സക്സീഡ് ചെയ്ത സമയത്ത് നമ്മൾ കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്തിട്ടുണ്ട്. 40 പോയിൻറ്റ്സ് ഏൺ ചെയ്യാനും സാധിച്ചു, എന്നാൽ നഷ്ടപ്പെട്ടത് 30 പോയിൻറ്റ്സും. എന്ന് വെച്ചാൽ 10 പോയിൻറ്റ്സ് ആ മാസം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. ഈ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻട്രാഡേയിലല്ല. ഇവിടുത്തെ പോയിൻ്റ് എന്താണെന്നാൽ നമ്മൾ വിൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കണം. എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതൽ ആളുകളും ലോങ് ടൈമിൽ സക്സീഡ് ചെയ്യുന്നത്? കാരണം ലോങ് ടൈമിൽ കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് എഫക്റ്റിന് മേൽ അഡ്വാൻറ്റേജ് എടുക്കാനും സാധിക്കും. എന്നാൽ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നാൽ നമ്മൾ കുറച്ച് പ്രോഫിറ്റ്സ് കാണുന്ന സമയത്ത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും. ഇത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. അതേസമയം ലോസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. ഇത് വളരെ റോങ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇവിടെ നമ്മുടെ അപ്പർ പ്രോഫിറ്റ് ലെവൽ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതേസമയം ലോവർ റിസ്ക് നമ്മൾ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിന് എത്രത്തോളം മുകളിലോട്ട് പോകാനായിട്ട് സാധിക്കുമോ അത്രത്തോളം മുകളിലോട്ട് പോകാനായിട്ട് അനുവദിക്കണം. അതിനുവേണ്ടി ആ ഒരു സ്റ്റോക്കിനെ ഒരു അസറ്റായിട്ട് കണക്കാക്കണം. നമ്പർ 5, ലാക്ക് ഓഫ് പേഷ്യൻസ്. വാരൻ ബഫറ്റ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ 10 വർഷത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചിടുകയാണെങ്കിൽ തന്നെ സന്തോഷത്തോടെ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പുള്ളൊരു സ്റ്റോക്ക് മാത്രം വാങ്ങുക. നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ കണ്ടു നമ്മുടെ പ്രോഫിറ്റ്സ് എല്ലാം തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുന്നതായിട്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാൽ നമുക്ക് ഉറപ്പില്ലാത്ത അതല്ലെങ്കിൽ നമുക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സ്റ്റോക്കായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു പ്രോഫിറ്റ് ലഭിക്കുമ്പോഴേക്കും നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആവുകയും അത് നഷ്ടപ്പെടാതിരിക്കാനായി നമ്മളതിനെ എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സീഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ കീ ഏതാണെന്ന് ചോദിച്ചാൽ അത് പേഷ്യൻസ് തന്നെയാണ്. കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റിന് മേലെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കുക വളരെയധികം പേഷ്യൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും. കാരണം അതിന് കുറച്ച് ഡെക്കേഡുകൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ലിവറേജ് എടുത്തുകൊണ്ട് വളരെ ചെറിയൊരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യത്തിന് മേലെ അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സീഡ് ചെയ്യാനായിട്ട് ഒരുപാട് പേഷ്യൻസും അത്യാവശ്യമാണ്, അതുപോലെ തന്നെ ഒരുപാട് ലേണിങ്ങും അത്യാവശ്യമാണ്. ഒരുപാട് ആളുകൾ ഒരു സ്റ്റോക്കിന് മേലെ ഒരുപാട് നോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ആളുകൾ പോയിട്ട് ആ ഒരു സ്റ്റോക്ക് വാങ്ങാറുണ്ട്. ഇതെല്ലാം തന്നെ ഫെയിലിയർ സ്ട്രാറ്റജീസാണ്. കാരണം എന്താണെന്നാൽ ഓരോരുത്തർക്കും അവരുടേതായ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസും ഉണ്ട്, അതുപോലെ തന്നെ മൈൻഡ് സെറ്റും ഉണ്ട്. ചില ആളുകൾ ആ ഒരു സ്റ്റോക്ക് വാങ്ങിക്കൊണ്ട് പിന്നീട് അതിനെ അങ്ങോട്ട് മറക്കും. അതിന് പിന്നീട് അയാൾ വിൽക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അതേസമയം ചില ആളുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ
അയാൾക്കൊരു ഷോർട്ട് ടൈം വിഷൻ ആയിരിക്കും ഉണ്ടാവുക. അതായത് പെട്ടെന്ന് വിറ്റ് കളയാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും അദ്ദേഹം ആ ഒരു സ്റ്റോക്കിനെ നോക്കിയിട്ടുണ്ടാവുക. ഇതുപോലുള്ള പല പല ആസ്പെക്ട്സ് ഇൻവോൾവ് ആണ് ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇതേ കാരണം കൊണ്ട് തന്നെ ഒരേ സ്ട്രാറ്റജി എല്ലാവർക്കും വർക്കൗട്ട് ആവാനായിട്ട് പോണില്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ സ്വയം മനസ്സിലാക്കണം, സ്വയം പഠിക്കണം. മറ്റുള്ളവരുടെ ടിപ്സിന് മേലോ അഡ്വൈസിന് മേലോ അതല്ല മറ്റുള്ളവർ നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ മാക്സിമം പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പോണില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സീഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ലേണിംഗ് പാർട്ടിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഒരിക്കലും ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം.